Watch full episodes on Jio Hotstar. ഇതേതാണ് ഈ കുട്ടികൾ? Destroy them. Okay, boss. കുട്ടികളെ, നിങ്ങൾ എന്തായാലും പെട്ടു. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. എന്റെ പേര് ശിവയ്യ എന്നാണ്. അതാണ് എന്റെ ഫ്രണ്ട് ശിവ. എന്ത് നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നേ. എല്ലാരും നേരിടാൻ അവനൊരാൾ മതി. വാവ്, ശിവയുടെ ഫൈറ്റ് കാണാൻ എന്ത് രസമല്ലേ. പോ, വേഗം പോ, ഇവിടുന്ന് ഓടിക്കോ. പിള്ളേരെ, നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യാണ്? നിങ്ങളൊക്കെ കൊച്ചു കുട്ടികളാ. ഞങ്ങളെ നേരിടാൻ മാത്രം നിങ്ങൾ ആയിട്ടില്ല. പിള്ളേരുകളെ നിർത്ത്. രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. വെൽക്കം. അതാണ് എന്റെ കൂട്ടുകാരൻ രുദ്ര. കണ്ടില്ലേ അവന്റെ മാന്ത്രിക ശക്തി. ഇപ്പോൾ അവൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ നിന്റെ ശിവയുടെ കാര്യം അതോടെ തീർന്നേനെ. തിരിച്ചു പോകാം. വിട്ടോ, വേഗം തിരികെ വാ. വേഗം തിരികെ വാ. അത് ഏലിയനായിരുന്നു. അത് ഏലിയൻസ് ആയിരുന്നു. കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ ഏലിയൻസ് ഉണ്ടെന്ന്. ഹായ്, ഐ ആം ശിവ. ഹായ്, രുദ്ര ഹിയർ. താങ്ക്സ് രുദ്ര. നീ ഇന്ന് സമയത്തിന് എത്തിയില്ലായിരുന്നെങ്കിൽ ഇവിടെ ആരും രക്ഷപ്പെടില്ലായിരുന്നു. ശിവ ടൈമിന് വന്നില്ലായിരുന്നെങ്കിൽ ആരും രക്ഷപ്പെടില്ലായിരുന്നു. അല്ലേ ആദി? രുദ്ര, ഇതെന്റെ ഫ്രണ്ട്സ് ആണ്. ആദി, യൂഡി, രേവ. ഇവര് എന്റെ ഫ്രണ്ട്സ് ആണ്, മര ആൻഡ് വരുൺ. ഡോണ്ട് വരി അങ്കിൾ ആന്റി, ഞങ്ങൾ അവരെ ഉറപ്പായി രക്ഷിക്കും. ശിവ, മുത്തച്ഛനെയും എവിടെയും കാണുന്നില്ല. എന്താ? അതുപോലെ അപ്പൂപ്പനെയും കാണുന്നില്ല രുദ്ര. നിങ്ങൾ പേടിക്കണ്ട, നമുക്ക് ആദ്യം അവർ ആരാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ ഏത് പ്ലാനറ്റ് എന്ന് വന്നൊന്നും. സ്പേസ്ഷിപ്പ് ക്രിയേറ്റോ.
അല്പസമയം കൂടി മതി. ഇവരുടെ എല്ലാ മന്ത്രശക്തികളും അങ്ങയിലേക്ക് എത്തുന്നതായിരിക്കും. അതിനുശേഷം അങ്ങയ്ക്ക് മാജിക് ചെയ്യാനാവും. കംപ്ലീറ്റ് 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 കംപ്ലീറ്റ്. ഇനി നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങളുടെ എല്ലാ മാജിക് സ്കില്ലും ലോഡിസയുടെ ശരീരത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയും. ഇപ്പൊ കണ്ടില്ലേ, രുദ്ര ഇല്ലായിരുന്നെങ്കിൽ നിന്റെ ആ കുംഫു കൂട്ടുകാരൻ വെറും ഒരു ഓർമ്മയായി തീർന്നേനെ. ഇപ്പൊ ശിവ ഇല്ലായിരുന്നെങ്കിൽ നിന്റെ മാജിക് ബോയ്ക്ക് ഒരു ട്രാജിക് എൻഡിങ് ഉണ്ടാവായിരുന്നു. നമ്മൾ അവരെ സഹായിക്കുകയാണ് വേണ്ടത്. ഈ സമയത്ത് മാജിക് ആണ് ഉപയോഗപ്പെടുക. കുംഫുവിന്റെ പൊടി പോലും പിന്നെ കാണില്ല. അന്തർ മന്തർ കാലി കലന്തർ. അരുത് അരുത് അരുത്, ഒന്ന് നിക്ക്, ഞാനൊന്ന് ഒളിഞ്ഞോട്ടെ. നിന്നെ പോലെ ഒരു കൂട്ടുകാരി ഉണ്ടെങ്കിൽ പിന്നെ അവർക്കൊരു ശത്രുവിന്റെ ആവശ്യമേ ഉണ്ടാവില്ല. ഹായ് രുദ്ര. ഹായ് ശിവ. കണ്ടില്ലേ നിന്റെ മാജിക് കാരണം നിന്റെ കൂട്ടുകാരനെ എന്റെ കൂട്ടുകാരുടെ അവസ്ഥ എന്താന്ന്? എന്താ ത്രിമൂർത്തികളുടെ പവർ ട്രാൻസ്ഫർ ചെയ്യാനുള്ള തയ്യാറെടുപ്പുകളായോ? ആയി ലോഡിസ. വെരി ഗുഡ്. പക്ഷെ ആദ്യം ആ കുട്ടികളുടെ ഭാവിയെ കുറിച്ച് പറയേ. ഇപ്പൊ തന്നെ പറയും ലോഡിസ. ഒരു ഗുഡ് ന്യൂസ് ആണ് ബോസ്. ഈ പാവം കുട്ടികൾ റാക്കുവിന്റെ മുന്നിൽ കൈ കൂപ്പി നിന്ന് കരയാണ് ബോസ്. അതായത് ക്ഷമ ചോദിക്കുന്നത് പോലെ. രണ്ടുപേരെ കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ പിന്നെ മറ്റുള്ളവരും തനിയെ കൺട്രോളിൽ വന്നോളും. ചെല്ല്, അവരുടെ കണക്കെല്ലാം സെറ്റിൽ ചെയ്യാൻ നോക്ക്. ഞാൻ എന്നാൽ ത്രിമൂർത്തികളുടെ അടുത്തേക്ക് ചെല്ലട്ടെ. ആദ്യത്തെ ഈ കൂടിക്കാഴ്ച നല്ലതായിരുന്നു കുട്ടികളെ. നമുക്ക് വീണ്ടും കാണാം വൈകാതെ തന്നെ. ഇപ്പോൾ എനിക്കൊരു അത്യാവശ്യ കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കണ്ടുമുട്ടുമ്പോൾ ആ കണ്ടുമുട്ടൽ നിങ്ങൾ ജീവിതകാലം മുഴുവൻ ഓർത്തു വെക്കും. രുദ്ര, നമുക്ക് എങ്ങനെയെങ്കിലും അയാളെ തടയണം. വരൂ, നമുക്ക് പുറകെ പോകാം. രുദ്ര
ശിവ, നീ ലോഡ് റേസയുടെ പുറകെ പോ. ഞാൻ മരയും വരുണയും രക്ഷിച്ചിട്ട് വരാം. അത് നമ്മുടെ ഫോട്ടോ എടുക്കണേ. നീ വേഗം മുടിയൊക്കെ ശരിയാക്ക്. നമ്മള് ഭൂമിയിൽ ജീവിക്കുന്നവരുടെ ഫോട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ടാവണം. ഏലിന്റെ കൂടെ ഇല്ലെങ്കിൽ അതിന്റെ ഡ്രോണിന്റെ കൂടെ എങ്കിലും സെൽഫി എടുക്കാലോ. എന്റെ അമ്മ, ഇത് ഭയങ്കര അപകടമായിരുന്നല്ലോ. അതെ, ഇനി ഒരിക്കൽ കൂടി ഫോട്ടോ എടുക്കാൻ വേണ്ടി നീ പോസ് ചെയ്താലുണ്ടല്ലോ, നിന്റെ ഫോട്ടോ വീട്ടിൽ തൂങ്ങി കിടന്നേനെ. വേഗം വരൂ. ഇതൊക്കെ എന്താണ്? ഇവരെ അപ്പുറത്തെങ്ങാനും കൊണ്ടുപോയി തല്ലാൻ നോക്ക്. ഇവരെ ഞാൻ തീർച്ചയായും ഡിറ്റക്ഷൻ റൂമിലേക്ക് അയക്കും. ഇവരെ ഞാൻ എന്തായാലും ഡിറ്റൻഷൻ റൂമിലിടും. മനഃപൂർവ്വമാണ് ഇവരെല്ലാം ഇത് വലിച്ചെറിയുന്നത്. വരൂ വരൂ, എത്രയും പെട്ടെന്ന് എന്റെ കൂടെ വരൂ. ഓ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. നീ ആരാണ്? എന്റെ പേര് ശിവ എന്നാണ്. പിന്നെ രുദ്രയും കൂടെ വന്നിട്ടുണ്ട്. നിങ്ങൾ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമുക്ക് ഒരുമിച്ച് ലഞ്ച് കഴിച്ചാലോ? എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് ആഹാരം കഴിക്കുന്നത് ഇഷ്ടമുള്ള കാര്യമല്ല. എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്. ഇവിടെ വന്നപ്പോ മുതൽ വെറും ആക്ഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. ആരും കഴിക്കുന്നതിനെ കുറിച്ച് ഒരു വാക്ക് പോലും പറയുന്നില്ല. ലഞ്ച് കൊണ്ടുവന്ന് സെർവ് ചെയ്യാ. അതുപോലെ റോക്ക് തന്തൂരി. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. നിങ്ങൾ രണ്ടുപേരും എന്റെ കൂടെ ലഞ്ച് കഴിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് ഈ കല്ലുകൾ കഴിക്കാൻ പറ്റില്ല. പ്ലീസ് ഡോണ്ട് മൈൻഡ്. നിങ്ങളതൊന്ന് കഴിച്ചു നോക്ക്, വളരെ ടേസ്റ്റ് ആണെന്നേ. എനിക്ക് വേണ്ടി സ്പെഷ്യലായി പ്ലാനറ്റ് ഓഫ് റോക്സിൽ നിന്നും വരുത്തുന്നതാണ് ഇതൊക്കെ. ഇതൊന്ന് ടേസ്റ്റ് എങ്കിലും ചെയ്യുന്നേ, ഇല്ലെങ്കിൽ ഞാൻ ആ ആളുകളുടെ ഒപ്പം ലോക്കപ്പിൽ കൊണ്ടുപോയിടും. അവരാരും തന്നെ എന്റെ കൂടെ ലഞ്ച് കഴിക്കാൻ തയ്യാറായിരുന്നില്ല. ഞങ്ങൾക്ക് ഇത് കഴിക്കാൻ പറ്റില്ല. എന്ത്? ഇത് നിങ്ങൾ എന്നെ അപമാനിക്കുന്നതാ, എന്നെ ഇൻസൾട്ട് ചെയ്യാണ്. Watch India's largest kids library only on Jio Hotstar. Download the app now.